ബ്രയാൻ ആൻഡേഴ്സൺ തൻ്റെ പഴയ കാറിൽ തിരക്കിട്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വൈകിപ്പോയതുകൊണ്ട് അല്പം വെപ്രാളവും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മലഞ്ചെരുവിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് വൃദ്ധയായ ഒരു സ്ത്രീ സഹായം അഭ്യർത്ഥിച്ച് റോഡരികിൽ നിൽക്കുന്നത് കണ്ടത്. ആൻഡേഴ്സൺ വണ്ടി ഒതുക്കി ആ വൃദ്ധയുടെ അടുത്ത് ചെന്നു. ആ വൃദ്ധയുടെ വണ്ടിയുടെ ടയർ പഞ്ചറായി പോയിരുന്നു. ആരും ഇതേവരെ സഹായിക്കാൻ വരാതിരുന്നത് കൊണ്ടും രാത്രിയാവുന്നതുകൊണ്ടും മഞ്ഞ് കൂടുതൽ കൂടുതൽ പെയ്യുന്നതുകൊണ്ടും ആ വൃദ്ധയാകെ പരിഭ്രമിച്ചു നിൽക്കുകയായിരുന്നു. അവരെ ആശ്വസിപ്പിച്ചതിന് ശേഷം പഞ്ചറായ അവരുടെ വണ്ടിയുടെ ടയർ ആൻഡേഴ്സൺ മാറ്റിയിട്ട് കൊടുത്തു. ആ സ്ത്രീ ആൻഡേഴ്സണോട് ചോദിച്ചു, ഈ ഒരു ഉപകാരം നിങ്ങൾ എനിക്ക് ചെയ്തതിന് എത്ര പണമാണ് ഞാൻ നിങ്ങൾക്ക് നൽകേണ്ടത്? ആൻഡേഴ്സൺ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, ഞാൻ ഈ ജോലി ചെയ്തത് പണത്തിന് വേണ്ടിയല്ല. ആ സ്ത്രീ വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോൾ ആൻഡേഴ്സൺ പറഞ്ഞു, നിങ്ങൾക്ക് എനിക്ക് പ്രതിഫലം തരണമെന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ സഹായം ആവശ്യമുള്ള ആരെങ്കിലും കാണുമ്പോൾ അവർക്ക് ആ സഹായം ചെയ്യുക. ആ നിമിഷം നിങ്ങൾ എന്നെ ഓർക്കുക. ഇത്രയും പറഞ്ഞ് സ്വന്തം വണ്ടിയിൽ കയറി ആൻഡേഴ്സൺ ആ മഞ്ഞിൽ മറഞ്ഞുപോയി. അവിടുത്തെ സ്ത്രീ വളരെ സന്തോഷത്തോടെ വണ്ടി ഓടിച്ച് മുമ്പോട്ട് പോകും. ഒരു കാപ്പി കുടിക്കാനായി അവർ തൊട്ടടുത്ത് കണ്ട റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെയുള്ള വെയിറ്റർ നിറഞ്ഞ പുഞ്ചിരിയോടെ അവരെ സ്വീകരിച്ചു. ആ വെയിറ്ററെ കണ്ടപ്പോൾ തന്നെ ആ സ്ത്രീക്ക് മനസ്സിലായി അവൾ ദരിദ്രയാണ്, അവൾ ഗർഭിണിയാണ്, ക്ഷീണതയാണ് എന്ന കാര്യം ആ സ്ത്രീക്ക് മനസ്സിലായി. പെട്ടെന്ന് അവൾ ആൻഡേഴ്സൺ പറഞ്ഞ കാര്യം ഓർത്തു. കാപ്പിയെല്ലാം കുടിച്ചതിന് ശേഷം ബില്ലിനൊപ്പം ഒരു വലിയ തുക അവിടെ വെച്ചിട്ട് ആ നാപ്കിനിൽ അവരിങ്ങനെ എഴുതി, നീ എനിക്കൊന്നും മടക്കി തരേണ്ടതില്ല. ഒരു മനുഷ്യൻ ഇന്നെ റോഡിൽ വെച്ച് സഹായിച്ചു. എനിക്ക് അയാൾക്ക് തിരികെ കൊടുക്കാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, സ്നേഹം. ആ സ്നേഹം ഞാൻ നിനക്ക് നൽകുകയാണ്. ആകെ അമ്പരന്നു പോയ അവൾ തൻ്റെ വീട്ടിലേക്ക് ചെന്നു. തൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ പ്രിയപ്പെട്ട ഭർത്താവ് അവിടെ കിടന്നുറങ്ങുകയാണ്. അയാളെ വിളിച്ചുണർത്തിയിട്ട് ആ സ്ത്രീ പറഞ്ഞു, ആൻഡേഴ്സൺ എഴുന്നേൽക്കൂ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം ഇന്നൊരു മാലാഹയെ എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് അയച്ചു. അവരെനിക്ക് നമുക്ക് ആവശ്യമുള്ള അത്രയും തുക ടിപ്പായി നൽകി. ഒന്നും പറയാതെ മടങ്ങിപ്പോയി ആൻഡേഴ്സൺ. ആൻഡേഴ്സൺ അപ്പോൾ മെല്ലെ പറഞ്ഞു, ഭൂമി ഉരുണ്ടതാണ്, നന്മയ്ക്കൊരിക്കലും വഴിതെറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, നാം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മിലേക്ക് തന്നെ മടങ്ങി വരും. നന്മയുടെ പ്രവൃത്തികൾ ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ വഴിതെറ്റാതെ ഓരോ നന്മയും നമ്മുടെ വീട്ടിൽ തന്നെ തിരികെ എത്തും. പ്രിയപ്പെട്ടവരെ, മക്കളെ നല്ലവരായി എങ്ങനെ വളർത്തണം, ശ്രേഷ്ഠരായി എങ്ങനെ വളർത്തണം, അതിനുള്ള ടിപ്പുകൾ നിങ്ങൾ അന്വേഷിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയും ചേർന്നെഴുതിയ വേര് എന്ന പുസ്തകം നിങ്ങളെ സഹായിക്കും. കോപ്പികൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.